നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയെയും നിതീഷിനെയും നവ്യയും സനുവിനെയും എല്ലാം കാണുമ്പം ഞാൻ കാണുന്നത് എന്റെ അച്ഛന്റെ ദയനീയമായ മുഖം. അന്ന് നിസ്സഹായനായി ആശുപത്രി കിടന്ന് മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കുകളാണ് എന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നത്. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. നീ നിന്റെ സ്വന്തം അമ്മയും സഹോദരങ്ങളെയും പോലെ ഇവരെ നോക്കണം. അല്ലെങ്കിൽ ഇവര് തെരുവിലായി പോകും. ഐ എം സോറി ടു സേ, നിതീഷിനെ പോലെ ഒരു കള്ളനെ സംരക്ഷിക്കാനേ ഈ ന്യായമൊന്നും പോരാ. അവൻ ചെയ്തതെല്ലാം കള്ളത്തരങ്ങൾ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ മനസ്താപം തോന്നിയ ഒരുവൻ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ അതിന് നമ്മളൊരു അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ആകാശേ. നോക്കാം, ചിലപ്പോ അവൻ ഇനി നല്ല വഴിക്കാണെങ്കിലോ. പറമോളെ, അവിടെ എന്തൊക്കെയാ നടക്കുന്ന അമ്മ? ഇതൊക്കെ അമ്മയും കൂടെ അറിഞ്ഞിട്ടാണോ? എന്ത് നടക്കുന്നു? സനു, നീ എന്താന്ന് വെച്ച കാര്യം പറ. ഗിരിയേട്ടനും സുമിതയും ഹണിമൂൺ ട്രിപ്പിന് യൂറോപ്പിലേക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഹണിമൂൺ ട്രിപ്പോ? അത് യൂറോപ്പിലേക്കോ? ഇതൊക്കെ ആര് തീരുമാനിച്ചു? എപ്പ തീരുമാനിച്ചു? അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അമ്മ അറിയാതെ ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? സുമിതേശ് ഇവിടെ വന്നിരുന്നു. ഒരു യാത്രയുണ്ട്. എങ്ങോട്ട്? യൂറോപ്പിലേക്ക്. സത്യമായിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല മോളെ. ഇതെല്ലാം പ്ലാൻ ചെയ്തതേ ആകാശിന്റെ ഭാര്യയും സുമിതയും കൂടി ചേർന്ന. ആകാശും ഭാര്യയും കൂടെ സ്പോൺസർ ചെയ്ത ഒരു ഹണിമൂൺ ട്രിപ്പാണിതെന്നാ പറഞ്ഞു നടക്കുന്നത്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്നോട് പറയുന്നതാണല്ലോ. പക്ഷെ അവൻ എന്നോട് പോലും ഇക്കാര്യം മിണ്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ അമ്മയ്ക്കൊരു കാര്യം പിടികിട്ടിയല്ലോ. ഇപ്പോഴേ അവള് ഏട്ടനെ ഹൈജാക്ക് ചെയ്ത് തുടങ്ങി. ഈ ഒരു ട്രിപ്പ് കൂടി പോയിട്ട് വരികയാണെങ്കിൽ ഇനി കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ ആയിരിക്കില്ല. പതിയെ പതിയെ ഒയ്യാരത്തെ കുടുംബത്തിന്റെ ഭരണം അമ്മയുടെ കയ്യിൽ നിന്ന് അവളുടെ കയ്യിലേക്ക് മാറാൻ അധികം സമയമെടുക്കില്ല. ഇങ്ങനെ പോയാ നമ്മൾ അനുഭവിച്ച സൗഭാഗ്യങ്ങളൊക്കെ അവളുടെ ഔദാര്യങ്ങളായി മാറാൻ അധികം വൈകില്ല. ആ വീട്ടിലെ ഓരോ കാര്യത്തിനും നാളെ സുമിതയുടെ അനുവാദം ചോദിക്കേണ്ടി വരും. സുമിതയുടെ സൗകര്യം കാത്തു നിൽക്കേണ്ടിയും വരും. അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തടയാനുള്ളതൊക്കെ തടഞ്ഞ് അവളെ വരച്ച വരയിൽ നിർത്തണം. ഒരു കാരണവശാലും ഗിരിയേട്ടനും അവളും തമ്മിൽ അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്നാ അവര് ടൂർ പോകുന്നത്? ഓഗസ്റ്റ് 23 അവര് പറഞ്ഞു. ഇല്ല, അവര് പോവില്ല. അത് തടയേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും നാളെ നീ ഒന്നിങ്ങോട്ട് വാ. ഇക്കാര്യത്തില് എനിക്ക് നിന്റെ കുറച്ച് സഹായം ആവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. നീ ഒന്നിങ്ങോട്ട് വന്നാ മതി. അവളുടെ ഹണിമൂൺ ട്രിപ്പ് കൊട്ടിച്ചോറാക്കുന്ന കാര്യം ഞാൻ ഏറ്റൂന്ന് പറഞ്ഞില്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, അയ്യോ. പ്രീതി ഫോൺ എടുക്കുന്നില്ലല്ലോ രാഘവേട്ടാ. അവളിനി എന്നോട് പിണങ്ങി ഫോൺ എടുക്കാത്തതാണോ? ഭാമയെ
അവൾക്കിപ്പോ നല്ല ക്ഷീണമൊക്കെ ഉള്ളതല്ലേ, നടന്നെത്താൻ തന്നെ കുറെ സമയം എടുക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ 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 മോളെ പ്രീതി. പ്രീതി അല്ല സത്യാമ്മേ, ഞാൻ ശാരികയാ. പ്രീതി അവളെവിടെ? പ്രീതിക്ക് രാവിലെ പെയിൻ കൂടി സത്യാമ്മേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. ഹോസ്പിറ്റലിലോ? അതെ സത്യാമ്മേ, നല്ല പെയിൻ ഉണ്ടായിരുന്നു, അതാ കൊണ്ടുപോയത്. പ്രീതി ഫോൺ എടുത്തില്ല. ആരൊക്കെ ഉണ്ട് അവളുടെ കൂടെ? അത് അമ്മയും ശാലിനിയും ഉണ്ട്, പിന്നെ അർജുനേട്ടനും വിഷ്ണുവേട്ടനും ഉണ്ട്. ഏത് ഹോസ്പിറ്റല്? കരുണ ഹോസ്പിറ്റൽ. ശരി, എന്നെ ഫോൺ വയ്ക്കുക. എന്താ മാമേ? രാഘവേട്ട, പ്രീതിക്ക് പെയിൻ കൂടി കരുണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന്. അപ്പൊ കൂടെ ആരാ? ശാരദാമ്മയും ശാലിനിയും ഒക്കെ ഉണ്ട്. രാഘവേട്ട, ഞാൻ അങ്ങോട്ട് പോവാട്ടോ. പൊന്നി, നീ കൂടി വാ. ഭാമേ, പോയ ഉടനെ വിളിക്കണേ. വിളിക്കാം ഞാൻ. ജോസെ, വണ്ടി എടുക്ക്. മോളെ, മോളെ, അയ്യോ, അയ്യോ, എന്താ മോളെ? സഹിക്കാൻ പറ്റുന്നില്ല ശാരദാമ്മേ. മോനെ, ഒന്ന് വേഗം വിടും മോനെ. വിഷ്ണു, പേടിക്കണ്ടോ, ഇപ്പൊ എത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ പ്രീതി, മോളെ, മോളെ ഒന്ന് പിടിച്ചു നിൽക്ക്. മോളെ ശാലിനി, മോളെ, മോളെ എന്തായി? വണ്ടി ബ്രേക്ക് ഡൗൺ അമ്മ. മെക്കാനിക് ആരെങ്കിലും വന്നാലേ ശരിയാക്കാൻ പറ്റുന്ന തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് വിളിക്കാൻ ഫോണിന് റേഞ്ച് കിട്ടുന്നില്ല. മോളെ, ഇനി ഇത് വച്ചോണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മോളെ പ്രീതി, മോളെ, മോളെ ശാലിനി, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ നോക്കട്ടെ. വിഷ്ണുട്ടാ, എന്തെങ്കിലും നിവൃത്തിയുണ്ടോ? നോക്കാം, ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. അർജുൻ, ഇവിടെ ഒന്ന് ടൈറ്റ് ആയി പിടിച്ചോണേ, ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. അയ്യോ മോളെ പ്രീതി, മോളെ. അതെ, നമ്മൾ പെരുന്തേനരുവി പാലം വഴിയാണോ പോന്നെ? അതെ. ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, അതുവഴി അങ്ങ് പോകാം. അത് പൊളിഞ്ഞ വഴിയല്ലേ സത്യമേ? പെരുന്തേനരുവി പാലം വഴി പോയാലേ 2-3 കിലോമീറ്റർ കൂടുതലാ. ഷോർട്ട് കട്ട് വഴി പെട്ടെന്ന് നമുക്ക് കരുണ ഹോസ്പിറ്റലിലേക്ക് എത്താം. വഴി ഇത്തിരി ദുർഘടമായാലും സാരമില്ല, സമയം നമുക്ക് പ്രധാനം. മോളെ ശാലിനി,
ഹോസ്പിറ്റലിൽ നമുക്ക് അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? നേരെ പോട്ടെ. ശരി. ഒന്ന് നിർത്തണേ പ്ലീസ്. ഹലോ. ഇപ്പൊ എവിടുന്ന് പൊട്ടിമുളച്ചടി 8 മാസം പ്രായമുള്ള നിന്റെ ഈ ദിവ്യ ഗർഭം. ആ കാറ് കണ്ടിട്ട് അവരാണെങ്കിൽ സഹായിക്കില്ല, സ്വന്തം മകളാണെങ്കിൽ പോലും. എന്താ സത്യമേ? പൊന്നി, എന്റെ മോള്. സത്യമ പേടിക്കണ്ട. പ്രീതി കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ഇവന്റെ കെയർ ഓഫ് തന്നെ. ഡീറ്റെയിൽസ് നീ തന്നെ പറഞ്ഞു കൊടുക്കും. പേര് മേഘ വിനായക്. എന്തോ ഗൂഢാലോചന ഉണ്ടല്ലോ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവതി. ഇതിലാരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് വേണം, ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കുകയും വേണം. ഒന്ന് ആഞ്ഞ് ശ്രമിക്കുക രണ്ടാളും. പാർവതിയോട് അമ്മ സ്നേഹം കാണിച്ചതൊക്കെ വെറും തട്ടിപ്പാണെന്നല്ലേ ചെറിയമ്മ പറയുന്നത്? 3 പേരും മാറി നിന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നത് കാണുമ്പോ ചെറിയമ്മ പറയുന്നത് സത്യമായിരിക്കും. അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നിറയെ പെൺകുട്ടികളുടെ ഫോട്ടോസ് ആണല്ലോ. അനാമിക, മേഘ വിനായക്, ലയ പവിത്രൻ, അനുമോൾ തിരുമംഗലത്ത്. ഇതൊക്കെ ആരാണാവോ? എല്ലാം നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ. അയ്യോ, സന്ധ്യവ് മെയിൽ ചെയ്ത ഫോട്ടോ ചേച്ചി കാണിക്കാൻ മറന്നുപോയല്ലോ. മൊത്തം കാശുകാരികളാണല്ലോ. എന്തിനാ ഇതൊക്കെ? അങ്കിളിന് ബ്രോക്കർ പണിയുണ്ടോ? ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ കമന്റ്സ് നോക്കുമായിരുന്നു. എന്റെ ലാപ്ടോപ്പ് കേടായിപ്പോയി. അല്ലെങ്കിലേ കൊറേ പെൺകുട്ടികളുടെ ഫോട്ടോസ് കണ്ടല്ലോ. എന്തിനാ അത്? അല്ല, അത് വെറുതെയോ? പെൺകുട്ടികളുടെ ഫോട്ടോസ് വെറുതെ ലാപ്ടോപ്പിൽ സൂക്ഷിക്കൂ? അങ്കിൾ അത്രയ്ക്ക് ചീപ്പാണോ? സത്യം പറയങ്ങളെ. അത് ഞാൻ പുരം നിറഞ്ഞു നിൽക്കുകയാണെന്നുള്ള ചിന്ത ചേച്ചിക്കില്ലല്ലോ. ഒറ്റത്തിടിയായിട്ട് കഴിഞ്ഞ് മടുത്തു മോളെ. എനിക്കും വേണ്ടേ മിണ്ടാനും പറയാൻ ഒരാള്? അങ്കിള് കല്യാണം കഴിക്കാൻ പോവാണോ? ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ചേച്ചി കനിയണ്ടേ? ഞാൻ എന്താ ചെയ്യാ? കാര്യമായിട്ടൊന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ പട്ടിണി കിടന്ന് പ്രതിഷേധിക്കും. അത് പറ്റില്ല. ഫുഡ് ഉപയോഗിച്ചുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. പിന്നെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. അങ്കിള് വിചാരിച്ച നടക്കും. പക്ഷെ അങ്കിളെ ഇതില് കണ്ട കുട്ടികളൊന്നും വേണ്ട കേട്ടോ. അങ്കിളിന് ചേരില്ല. അതെന്താ? എല്ലാം നല്ല ഭംഗിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടികളല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ കൊണ്ട് കഥകളി വേഷം കെട്ടിക്കാനുള്ള പരിപാടിയാണോ? ഈ കരച്ചിൽ കണ്ടോണ്ട് ചോദിച്ച കാര്യം കാണാൻ നീ കാല് പിടിക്കും, കരയും, നട്ടാ മുളയ്ക്കാത്ത നുണകളും പറയും. ഈ നിന്നെയാണോടി ദൈവത്തിന്റെ മുത്തുമണിയായിട്ട് എന്റെ അച്ഛൻ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത്? എനിക്ക് നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പറയേണ്ടി വന്നത് സാറ് കാരണമല്ലേ? ഓ, ആ കുറ്റവും എന്റെ തലയില്. സന്തോഷത്തോടെ അല്ല ഞാൻ നുണകൾ പറഞ്ഞത്. നിവർത്തികേടുണ്ടോ? കള്ളം പറയരുത്. ദൈവവിചാരം വേണം. മുത്തശ്ശൻ പഠിപ്പിച്ചെന്ന പാഠങ്ങളാ ഇതൊക്കെ. സാർ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷമോ ഞാൻ ആദ്യമായിട്ട് നുണ പറഞ്ഞത്. അറിയോ സാറിന്? സാർ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലാന്ന് ഞാൻ ആ പോലീസുകാരനോട് കള്ളം പറഞ്ഞു. എന്നെ പെരുമഴയത്ത് നിർത്തിയിട്ടില്ല. എനിക്ക് പനി വന്നിട്ടില്ല. അവിടുത്തെ അമ്മ എന്നെ പട്ടിണിക്കിട്ടിട്ടില്ല. അങ്ങനെ എത്ര എത്ര നുണകളാ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മയോടും മുത്തശ്ശനോടും പോലും എനിക്ക് നുണ പറയേണ്ടി വന്നു. അതൊക്കെ സാറ് കാരണോ? എന്നിട്ടും വിശാൽ സാറ് എന്നെ പരിഹസിക്കോ? നുണ പറയേണ്ടി വന്നതിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ അവരോട് പോയി സത്യം പറയാ. നിന്നോട് നിന്റെ ഭർത്താവിന് കടുകുമണി പോലെ സ്നേഹമില്ലെന്ന് ഒക്കെ അഭിനയമാണെന്ന് പോയിട്ട് പറയാ. അതോടെ ഈ നാടകമൊക്കെ അവസാനിക്കുമല്ലോ. കുറ്റബോധമുണ്ട്. പക്ഷെ ഞാൻ കള്ളം പറയുന്നത് കൊണ്ട് അമ്മയ്ക്കും മുത്തശ്ശനും സന്തോഷം കിട്ടുന്നില്ലേ? എനിക്ക് അത് മതി. ഈശ്വരന്മാര് എന്നോട് ക്ഷമിച്ചോളൂ. ചേച്ചി കണ്ണ് തുടയ്ക്കുന്നുണ്ടല്ലോ. ചേച്ചി കരയാണോ? അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇനിയും ഞാൻ വേഷം കിട്ടണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇതുവരെ കണ്ട ചേച്ചിയും ഭർത്താവും അല്ലല്ലോ ഇത്. വഴക്കിടുകയാണോ? ഇവര് ഞങ്ങളെ പറ്റിക്കുകയാണോ? കൈയോടെ പിടിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. എന്നോട് പിണങ്ങല്ലേ വിശാലേട്ടാ? കറങ്ങാൻ പോവാൻ എനിക്കിഷ്ടം തന്നെയാ. തലവേദന ആയതുകൊണ്ടല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. നിനക്കെന്താ വട്ടായോ? പല്ലവി, കുറച്ചു സമയം പോലും വിശാലേട്ടന് എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് എവിടെയും പോകുന്നില്ല. നാളെ തലവേദന മാറിയിട്ട് നമുക്ക് കറങ്ങാൻ പോവാം. നമ്മള് രണ്ടുപേരും കയ്യും പിടിച്ച് കുറേ ദൂരം നടക്കും. ഇങ്ങനെയൊക്കെ പറയാൻ അറിയോ എന്റെ ചേച്ചിക്ക്? എന്തോ തട്ടിപ്പുണ്ടെന്നാണല്ലോ തോന്നുന്നത്. കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറ് ഐശ്വര്യത്തോടൊന്നും പറയാൻ പോകണ്ട. അതൊക്കെ ഏട്ടൻ അറിഞ്ഞ് പാവം ഏട്ടന് വിഷമാവും. അതുകൊണ്ടല്ലേ ശ്യാമേ ഞാൻ ഈ ക്ഷമിക്കുന്നത്. അവരോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ ഏട്ടന്റെ മുഖം മനസ്സിലേക്ക് വരും. വിട്ടേക്ക് സാർ, അതങ്ങ് മറന്നേക്ക്. അപ്പൊ ഒരു സങ്കടം തോന്നിയാലും കുറച്ച് കഴിയുമ്പോ ഞാനങ്ങ് മറക്കും. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. അതാ തന്റെ കളങ്കമില്ലാത്ത മനസ്സ്. ഐശ്വര്യടുത്തേക്ക് അങ്ങനെയല്ല, മനസ്സിൽ നിറയെ പകയാ. കണ്ടില്ലേ, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. എന്നിട്ടും ഇവർക്ക് നിർത്താറായില്ല. അല്ല, ആദ്യേട്ടനും അമൃതയെടുത്തിയും ഓൾറെഡി അച്ഛനും അമ്മയാണ്.
ഇപ്പതേ അരുണേട്ടനും ഐശ്വര്യടുത്തിയും അച്ഛനും അമ്മയും ആകാനും പോകുന്നു. അല്ല, നമുക്കും ആവണ്ടേ അച്ഛനും അമ്മയൊക്കെ? പോ അഖിൽ സാറെ, ചുമ്മാ ചിരിപ്പിക്കാതെ. എടോ, ഞാൻ ചിരിപ്പിക്കാൻ പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞില്ലേ? അതെ, നമുക്കും വേണ്ടേ ഒരു തൊട്ടില്? താൻ നമ്മുടെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് താരാട്ട് പാടി ഉറക്കുന്ന ആ രംഗമാ എന്റെ മനസ്സിൽ വരുന്നത്. അവള് വരുമ്പോ നമ്മുടെ കുറെ സ്നേഹമൊക്കെ അവളങ്ങെടുക്കും. അവളോ? ഏതവള്? എടോ, നമ്മുടെ മോള്. ഓ, അപ്പത് പെണ്ണായിരിക്കുന്ന തീരുമാനിച്ചോ? ആ, പെണ്ണുമതി പെണ്ണുമതി. പെൺകുട്ടിക്ക് അച്ഛനോട് ഭയങ്കര സ്നേഹമായിരിക്കും. നിന്നെ ഞാൻ അക്കിയുടെ മുറിയിൽ കിടക്കാം. അതവന്റെ ഭാര്യയാവാനല്ല. ആ മോഹവും വേണ്ട. നീ അവന്റെ കാവൽക്കാരിയാവാമെങ്കിൽ എന്താ, സമ്മതമാണോ? സമ്മതാണ്. നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ നിന്റെ കൃഷ്ണന്റെ പേര് ചൊല്ലി നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന്. എടോ, എന്താടോ ഭാവം മാറിയത്? ഞാൻ മറ്റെന്തോ ഓർത്തതാ. താനിത് എവിടെ പോവാ ശ്യാമേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ, ഒരിക്കൽ പോലും പ്രസവിക്കില്ലെന്ന് ശപഥം ചെയ്ത് എനിക്കാണല്ലോ ഈ ആപത്ത് പറ്റിയത്. വല്ലാത്തൊരു കൊലച്ചതിയായിപ്പോയി ഇത്. എന്റെ സൗന്ദര്യം പോകും. തന്നെയല്ല, ഇതിങ്ങളെയൊക്കെ വളർത്തിയ ഏതു നേരം കീറ്റലും ശല്യമായിരിക്കും. എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല. ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ ഐശ്വര്യടുത്തി? ഇല്ല. ആ, പിന്നെ വൊമിറ്റൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല. ഇവള് എന്നെയും കൊണ്ട് അങ്ങാടിക്കടയിൽ പോയിരിക്കായിരുന്നു എടുത്തിക്ക് വേണ്ടി. അങ്ങാടിയിലോ? എന്തിന്? ഇതൊക്കെ പച്ചമരുന്നുകളാ. ഇതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഏട്ടത്തേക്ക് കുളിക്കാൻ വേണ്ടി ഞാൻ കുളിമുറിയിൽ കൊണ്ടുവച്ചു തരാം. ആ വെള്ളത്തിലെ കുളിക്കാവൂ കേട്ടോ. ഇവള് വീണ്ടും സോപ്പിട്ട് എന്റെ പ്രീതിക്ക് വേണ്ടി അടുത്തിരിക്കുക. കൊടുക്കാൻ ഞാൻ അടുത്ത പണി. എന്തിനാ ശ്യാമേ നീ എനിക്ക് വേണ്ടി അങ്ങാടിയിലൊക്കെ പോയത്? അതും ഈ അഖിലിനെയും കൊണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഓ, അങ്ങാടിക്കടയിൽ പോവാതെ മരുന്നുകൾ വാങ്ങിക്കാൻ പറ്റുമോ എടുത്തി? എന്നാലും എനിക്ക് വേണ്ടി ശ്യാമ ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഞാൻ
ഞാനാണെങ്കി ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവളുമായിട്ട് വഴക്കിടാറുണ്ട്. നീ അതൊന്നും മനസ്സിൽ വെക്കല്ലേ ശ്യാമേ? ഇല്ലടുത്തി, ഞാനതൊന്നും മനസ്സിൽ വെക്കൊന്നുമില്ല. വെക്കരുത്. ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിപ്പോയി. എനിക്ക് നിന്നോട് ദേഷ്യം വരുമ്പോ പൊട്ടിത്തെറിച്ച് പറഞ്ഞെന്ന് വരും. അതൊന്നും നീ കാര്യമാക്കരുത്. ഒരിക്കലും ഇല്ല ഏട്ടത്തി. പക്ഷെ ഏട്ടത്തിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? നീ പറ. ഇനി പ്രസവം വരെ ഏട്ടത്തി സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി ഇരിക്കണം. ഏട്ടത്തിക്ക് എന്ത് സഹായം ചെയ്തു തരാനും ഞാനുണ്ട്. ശരി ശ്യാമൻ, ഞാൻ നീ പറയുന്നത് പോലെ അനുസരിക്കാം. എന്നാ പിന്നെ ഞാൻ പോയി ഐശ്വര്യത്തിക്കുള്ള വെള്ളം തിളപ്പിക്കട്ടെ. എനിക്കും ഇവിടെ ഇരുന്ന് ചില ജോലികളുണ്ട്, ഞാൻ ചെല്ലട്ടെ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ലപ്പോ ഓണം നന്നാവണം എന്ന് കേട്ടിട്ടുണ്ടാ ബാലു നീ? ഇല്ല, എന്താ അത്? നല്ലപ്പോഴോണം എന്ന് വെച്ചാ ആദ്യത്തെ ഓണെന്നാ നാട്ടുഭാഷയാ. നിന്റെ അപർണന്റെ കല്യാണ നിശ്ചയത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണാ ഇത്. അതിനെന്താ? അതിനെന്താന്നാ, ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നിശ്ചയം എന്ന് പറയുന്നത് പാതി കല്യാണ. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഓണപ്പുടവ എടുത്തു കൊടുക്കണം. കല്യാണ ഡ്രസ് എടുക്കാൻ പോയപ്പോ അമ്മയ്ക്ക് ഇത് ഓർമ്മയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ ഓണപ്പുടവ കൂടി എടുത്താൽ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു, അന്നേരത്ത് ഞാനത് ഓർമ്മിച്ചില്ല. സത്യത്തിൽ ഈ കല്യാണ തിരക്കിനിടയില് ഓണത്തിന്റെ കാര്യങ്ങൾ ഞാനങ്ങ് വിട്ടുപോയി. ഓണത്തിന് ഇനി 4-5 ദിവസമേ ഉള്ളൂ. കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞ് ഓണത്തിന് ഒഴിയാൻ നോക്കിയാ നമ്മക്കതൊരു നാണക്കേടാവും. അപർണേന്റെ വീട്ടുകാര് നാട്ടുനടപ്പൊക്കെ അറിയുന്നവരായിരിക്കും. ഇപ്പൊ എന്ത് വേണോന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്? നീയും അപർണയും ഒരുമിച്ചുള്ള ആദ്യത്തെ ഓണമല്ലേ, അതൊരു ആഘോഷാക്കണോളെ. എങ്ങനെ? അപർണേനെയും വീട്ടുകാരെയും ഈ ഓണത്തിന് നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. നല്ല ഒന്നാന്തരം സദ്യവട്ടം ഒരുക്കി ഒരുമിച്ച് പൂക്കളും ഇട്ട് ഈ ഓണം ഒരു ആഘോഷാക്കി മാറ്റണം നമുക്ക്. ആയിക്കോട്ടെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മൾ ഈ കോളനിക്കാരുടെ ഓണാഘോഷത്തിന് വിളിച്ച അപർണേന്റെ വീട്ടുകാര് വരുമോ? അതൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. എന്തായാലും ഒരു ഉറപ്പ് ഞാൻ തരാം. അപർണ ഓണം ആഘോഷിക്കാൻ പോകുന്നത് നമ്മളോടൊപ്പം ആയിരിക്കും. പിന്നെ വീട്ടുകാരുടെ കാര്യം അത് അപർണ നോക്കിയോളൂ. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ച് പറയും. അല്ലെങ്കിൽ ഓണായിട്ട് അവര് വേറെ വല്ല പരിപാടി ആസൂത്രണം ചെയ്ത് കളയും. ഞാൻ ഇപ്പൊ വിളിക്കാം. വിളിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കും, ഞാൻ ഭക്ഷണം എടുത്തൊക്കെ. നീ പറയുന്ന കേട്ടാ തോന്നും ഇതിനെല്ലാം കാരണം ഞാനാണെന്ന്. നിങ്ങൾ ഈ ചാടിക്കടിക്കാതെ കാര്യം പറയുന്നത് കേക്ക്. എത്ര ദിവസം വെച്ചാ അമ്മയുടെ മനമാറ്റം പ്രതീക്ഷിച്ച് ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? അതിനാണെങ്കിൽ വെറുതെ വേര് പിടിച്ചു പോത്തേ ഉള്ളൂ. 1-2 അല്ല, കോടികൾ വിലമതിക്കുന്ന ഭൂമിയാ. സ്വത്തായാലും ഭൂമിയായാലും മനുഷ്യന് ആയുസ്സും ആരോഗ്യമുള്ള കാലത്ത് കിട്ടണം. അല്ലാതെ ചാവാൻ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോ അത് കിട്ടിയിട്ട് എന്തിനാ? എന്റെ പൊന്നു റാണി, നീ പറയുന്ന പോലെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണോ ഇത്? അതിനൊക്കെ അതിൻ്റെതായ സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി വഴിക്ക് വരുത്തി കൊണ്ടുപോകണം. അതിന് ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലെങ്കിലും നീ ഒറ്റ ഒരുത്തി കാരണമാണ് അമ്മ വീട് വിട്ടിറങ്ങിയത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. പിന്നെ നിങ്ങളുടെ അമ്മയാണെന്ന് കരുതി അവരുടെ താളത്തിന് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. കാലാകാലത്തോളം വേണ്ടല്ലോ. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാകുന്നത് വരെയെങ്കിലും നിനക്കൊന്ന് ക്ഷമിക്കാൻ പാടില്ല റാണി. അന്നൊക്കെ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞായിരുന്നു പരാതി. ഇപ്പൊ എന്തായി? സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയായി. എന്തായാലും ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിനെ ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. അതിനുള്ള വഴിയൊക്കെ ഈ റാണി കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ പ്ലാൻ? നിങ്ങൾ പറഞ്ഞാലല്ലേ അമ്മ കേൾക്കാതുള്ളൂ. വേറൊരാള് പറഞ്ഞ അമ്മയുടെ മനസ്സലിയും.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുട്ടിയെ, നിങ്ങളുടെ ഈ ഫാമിലി ഗ്രൂപ്പിൽ മൊത്തത്തില് എത്ര ആളുകളുണ്ട്? അത് ഞങ്ങളുടെ മൊത്തം ഫാമിലി ഉണ്ട്. അത് എത്ര പേര് വരും? വാപ്പ, ഉമ്മ, അമ്പിളിക്ക, ഞാന്, ജമാൽ മാമ, 5 പേര്. അത് നിങ്ങളുടെ ഫാമിലി. അതല്ലേ ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? മൊത്തത്തിൽ 5 പേര്. ഈ ഗ്രൂപ്പിൽ ആകെ 5 പേരോ? ഞാൻ പോവാട്ടാ. പങ്ക്യാമ്മ, അതിലിപ്പോ ഉമ്മേനെ മാമേനെ ഒഴിവാക്കി. അപ്പൊ 3 പേരുള്ളോ ഗ്രൂപ്പില്? 3 ആളുടെ എന്ത് ഗ്രൂപ്പാ കുട്ടിയെ? അങ്കിമാമൻ അറിയാഞ്ഞിട്ട ആ ഗ്രൂപ്പിലൂടെ ഞാൻ എന്റെ ഇക്കയോട് ചോറുണ്ടോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ? ആണ്. പിന്നെന്തിനാ ഇതിലൂടെ ചോദിക്കണേ? ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിട്ടാണ്. എന്നാലും എന്റെ ഇക്ക എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലേ. കരയല്ലേ, നമുക്കിപ്പോ വഴിയുണ്ടാക്കാം. ഇതിപ്പോ കുടുംബകാരിയായിട്ട് മാറിയല്ലോ. പങ്കിമാമ, എന്തിനായിരിക്കും ഇക്ക എന്നെയും ജമാലിനെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി? അല്ല, അതിപ്പോ ഈ കുടുംബത്തിന്റെ ഒരു പ്രതീകമാണല്ലോ കുടുംബ ഗ്രൂപ്പ് എന്ന് പറയണത്. അപ്പോ കുടുംബത്തിൽ നിർത്താൻ പറ്റാത്ത ആളുകളെ കുടുംബ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു പ്രവണതയായതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വീക്ഷണത്തിന്റെ ഭാഗമായിട്ടൊരു തീരുമാനം എടുത്തതായിരിക്കാം മജീദ്. മനസ്സിലായില്ല. അതായതേ, പിന്നെ പങ്കമാവന്റെ പാർട്ടിയിലൊക്കെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പലരും ഒഴിവാക്കാറുണ്ട്. അവരൊന്നും കരഞ്ഞിരിക്കില്ല. അവരൊക്കെ പോയിട്ട് വേറെ ഗ്രൂപ്പ് തുടങ്ങിയ അല്ലേ പങ്കമാവ? അതെന്തിനാ നീ ഇവിടെ പറഞ്ഞത്? ഗ്രൂപ്പിന്റെ ഒരു ഉദാഹരണം. അതേ, അതൊക്കെ അങ്ങനെ പൊതുവായിട്ട് നടക്കണ ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു സമയത്ത് നമ്മളിപ്പോ അതിനെ കുറിച്ച് ആലോചിച്ച് കരയേണ്ട കാര്യമില്ല. അത് സാധാരണ നടക്കണ ഒരു കാര്യമാണ്. അല്ല പങ്ക്യാമ്മ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനിയുണ്ടോ? ഇവരെ രണ്ടിനും ഒഴിവാക്കിയ ശേഷേ വാപ്പ ഒരു മെസ്സേജും കൂടെ ഗ്രൂപ്പിലിട്ടു. എന്ത് മെസ്സേജ്? സ്വാതന്ത്ര്യമാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലുതെന്ന്. അതെന്താ, നിങ്ങളുടെ കുടുംബത്തിൽ സ്വാതന്ത്ര്യം ഇഷ്ടല്ലേ? അല്ല, അതേ അമ്മവാ, മജീദ്ക്ക് വെറുതെ അല്ല, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇവർ രണ്ടാളെയും ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിണ്ടാവുക. അല്ല, മജീദിനെ ഞാൻ ഇന്നലെ കണ്ടപ്പോഴേ മജീദിന്റെ മുഖത്ത് ഒരു തീരുമാനം എടുത്തുറപ്പിച്ച പോലത്തെ ഒരു സംഗതി ഞാൻ കണ്ടു. എന്തൊക്കെ വല്ല കടുകയും ചെയ്യൂ? വാപ്പ അങ്ങനൊന്നും ചെയ്യൂല. അങ്ങനൊക്കെ ചെയ്താലേ ഈമാൻ കിട്ടൂലെന്ന് വാപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഒരു അടിയന്തര സാഹചര്യം സുലുത്താടെ ജീവിതത്തിൽ സംജാതമായിരിക്കുന്നു എന്നുള്ളത് സുലുത്ത മനസ്സിലാക്കുക. എന്തും നേരിടാനുള്ള ഒരു ആർജവം അത് സുലുത്ത നേടിയെടുക്കണം. എനിക്കിപ്പോ അത്രേ പറയാം. ഞാൻ പോകും. പുണ്യേ, എനിക്ക് ഇതും മനസ്സിലായില്ല. എന്തായിരിക്കും പങ്ക്യമാൻ ഉദ്ദേശിച്ചത്? പങ്ക്യമാൻ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായിരുന്നെങ്കിലേ ഞാൻ എന്നോ ഈ കൊട്ടിലെ പാട്ടൊന്ന് രക്ഷപ്പെട്ടനി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സുൽത്താത്ത എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക. മജീദൊക്കെ ഇങ്ങോട്ട് വരാൻ എന്തായാലും കാത്തുകണ്ട. അതെനിക്ക് നന്നാവുക. ഉമ്മ, ആ പുണ്യേട്ടൻ പറഞ്ഞ ശരിയെന്ന് തോന്നുന്നു. ഉമ്മ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്. ഞാൻ പോവാ. ഇക്ക എന്തായാലും വിളിക്കാൻ വരും. അപ്പൊ ഞാൻ ഇക്കയുടെ കൂടെ ഇറങ്ങിപ്പോ. നോക്കിക്കോ, വിളിക്കാൻ വന്നില്ലെങ്കിലോ കൊല്ലും നിന്നെ. വരും ഉറപ്പായിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.